അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പരമ്പരാഗത നയതന്ത്ര രീതികളെ മാറ്റിമറിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ ലോകത്തിലെ പ്രമുഖ രാഷ്ട്രങ്ങളെയും വിവിധ സംഘർഷങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. അടുത്തിടെ നടന്ന റഷ്യൻ പ്രസിഡന്റ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയും യുക്രൈനിലെ യുദ്ധം, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം, ഇന്ത്യക്കെതിരെയുള്ള വാണിജ്യ ഭീഷണികൾ എന്നിവയിലെല്ലാം ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ പ്രതിഫലനം കാണാം. അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ ഉച്ചകോടി ലോകശക്തികൾക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമോ എന്ന ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണയിലെത്താനായില്ലെങ്കിലും ഇരു കൂട്ടരും പരസ്പരം മനസ്സിലാക്കി എന്ന് പുടിൻ പ്രതികരിച്ചു. അതേസമയം ഒരു കരാർ ഉണ്ടാകുന്നതുവരെ ഇനി മറ്റൊരു കരാറുമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയത് ചർച്ചകളുടെ സങ്കീർണത വെളിവാക്കുന്നു. സാധാരണയായി അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ലഭിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുടിന് ലഭിച്ച ഊഷ്മളമായ സ്വീകരണം യുക്രൈനെയും യൂറോപ്യൻ നേതാക്കളെയും ആശങ്കയിലാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന് അവർ ഭയപ്പെടുന്നു. യുക്രൈൻ വിഷയത്തിൽ എന്നതുപോലെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിനും ട്രംപിന്റെ നിലപാടുകൾ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പലപ്പോഴും ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപിന്റെ നയങ്ങൾ പലസ്തീൻ ജനതകളുടെ അവകാശങ്ങളെ ഹനിക്കുമോ എന്ന ഭയം പാലസ്തീൻ നേതാക്കൾക്കുണ്ട്. ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക തയ്യാറാകുമെങ്കിലും ട്രംപിന്റെ സമീപനം ഒരു പക്ഷത്തേക്ക് ചായുമോ എന്ന ആശങ്ക അറബ് രാജ്യത്തിനുണ്ട്. വ്യാപാര രംഗത്തും ട്രംപിന്റെ കടുത്ത നിലപാടുകൾ പ്രകടമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്ത്യയെ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് ട്രംപ് വിശേഷിപ്പിച്ചതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് നിലനിർത്തുന്ന സാമ്പത്തിക മേഖലയാണ് ഇന്ത്യയെന്ന് റേറ്റിംഗ് ഏജൻസിയായ S&P പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്നു. റഷ്യയുടെ മറ്റ് പ്രധാന എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളായ ചൈനയും തുർക്കിയും സമാനമായ ശിക്ഷകൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. ഈ വാണിജ്യ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ട്രംപിന്റെ തീരുമാനങ്ങൾ പ്രവചനാതീതമായി തന്നെ തുടരുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ വിദേശ നയങ്ങൾ പരമ്പരാഗത രീതികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്നതും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുന്നതും അദ്ദേഹത്തിന്റെ രീതികളാണ്. യുക്രൈൻ, പാലസ്തീൻ, ഇന്ത്യ തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയും ചെയ്യുന്നു.